പ്രധാനമന്ത്രിയുടെ കൊല്ലത്തെ പരിപാടി അവസാനിച്ച് അദ്ദേഹം ശിവഗിരിയിൽ എത്തും. സുനിൽ അരിമാനൂർ ശിവഗിരിയിൽ നിന്നും. സുനിൽ, ശിവഗിരിയിൽ സന്യാസിമാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഏതു തരത്തിലാണ് ഒരുക്കങ്ങൾ? പ്രധാനമന്ത്രി എപ്പോഴാണ് എത്തിച്ചേരുക? സന്യാസിമാരുടെ നിലപാട് എത്തരത്തിലാണ്? പ്രതിഭ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ശിവഗിരിയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഹെലികോപ്റ്റർ പാപനാശത്തെ ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ശിവഗിരി മഠത്തെ പ്രതിനിധീകരിച്ചുള്ള സ്വാമിമാരും BJP നേതാക്കളും ചേർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. അതിനുശേഷം റോഡ് മാർഗമാണ് ശിവഗിരിയിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യം ഇവിടെ ശിവഗിരിയിൽ മഹാസമാധിയിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം താഴേക്ക് വന്ന് ശാരദാ മഠത്തിന് സമീപത്താണ് പ്രധാനമായും രണ്ട് ചടങ്ങുകളാണ് പ്രധാനമന്ത്രിക്കായി ഇവിടെ സന്യാസിമാർ ഒരുക്കിയിട്ടുള്ളത്. അതിലൊന്ന് ദൈവദശക ഫലകം അനാച്ഛാദനം ചെയ്യുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ആലേഖനം ചെയ്തിട്ടുള്ള ദൈവദശക ഫലകം അനാച്ഛാദനം ചെയ്യുന്ന കർമ്മം. അതിനുശേഷം ഇവിടെ വൃക്ഷത്തൈ നടും. ഇലഞ്ഞിത്തൈയാണ് നടന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മനക്ഷത്രം കൂടെ കണക്കിലെടുത്തുകൊണ്ട്, അനിഴം ജന്മനക്ഷത്രമാണ്, അത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്വാമിമാർ ഇലഞ്ഞിത്തൈ അദ്ദേഹത്തിന് ഇവിടെ വൃക്ഷം നടുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ശാരദാ മഠത്തിൽ പൂജകളിൽ പങ്കെടുക്കും. പൂജയിൽ പങ്കെടുത്ത ശേഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള വേദിയിൽ 5 മിനിറ്റ് സമയമാണ് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ഇവിടെ സ്വാമിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുക. അതിനുശേഷം വീണ്ടും ഹെലിപ്പാഡിലേക്ക് മടങ്ങും. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത്. സന്ദർശനത്തിൽ അല്പം താമസം നേരിട്ടു എന്നുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശിവഗിരിയിൽ മൊത്തം 20 മിനിറ്റ് മാത്രമാണ് പരിപാടിയായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഔദ്യോഗിക പരിപാടിയല്ല. പ്രധാനമന്ത്രി ഇവിടെ ശിവഗിരിയിൽ ദർശനം നടത്തുകയും ഒപ്പം സ്വാമിമാർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ്. വലിയൊരു ജനപങ്കാളിത്തം തന്നെ ഇവിടെ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവും കാത്ത് ഇവിടെ തന്നെ ഉണ്ട്. BJP പ്രവർത്തകരടക്കം ഇവിടെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം കേൾക്കാനും പ്രധാനമന്ത്രിയെ കാണാനുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് തന്നെ പ്രധാനമന്ത്രി കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശിവഗിരി മഠത്തിലേക്ക് എത്തിച്ചേരും. സുനിൽ, സന്യാസിമാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശനം. ആ പ്രതികരണങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ടോ? ഏറ്റവും അടുത്ത് പ്രധാനമന്ത്രി എത്തുന്ന അവസാന നിമിഷം എത്തുമ്പോൾ സന്യാസിമാരുടെ പ്രതികരണം, സന്യാസി സമൂഹത്തിന്റെ പ്രതികരണം ഏതു തരത്തിലാണ്? പൊതുവെ സന്യാസിമാർ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഇന്നലെ തന്നെ അവരുടെ ഒരു അഭിപ്രായ ഭിന്നത തന്നെ വന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള തരത്തിലേക്ക് പ്രസ്താവന ഇറക്കിയത്. ശിവഗിരിയിലെ ശ്രീ നാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രകാശാനന്ദയുടെ പത്രക്കുറിപ്പാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. ശിവഗിരിയിൽ പ്രധാനമന്ത്രി എത്തുന്നത് ക്ഷണിച്ചിട്ട് തന്നെയാണ്. പക്ഷേ തീർത്ഥാടനം നടക്കുന്ന 30, 31, 1 തീയതി ഈ ഏതെങ്കിലും തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഇവിടെ പങ്കെടുപ്പിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ആ സമയത്ത് പ്രധാനമന്ത്രി ഡേറ്റ് കൊടുത്തില്ല. ഈ കൊല്ലം സന്ദർശനവുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി വരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതെന്നാണ് ഇന്നലെ വിശദീകരണം നൽകിയിട്ടുള്ളത്. അങ്ങനെ പ്രധാനമന്ത്രിയെ എന്തായാലും ക്ഷണിക്കപ്പെട്ട അതിഥിയായി തന്നെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും സ്വാമിമാരും ഇവിടെ ചെയ്തിട്ടുണ്ട്. സന്യാസിമാർ ചേർന്ന് ശിവഗിരിയിൽ അവരുടെ ആചാര രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയെ ഇവിടേക്ക് സ്വീകരിക്കുന്നതും പൂജാ ചടങ്ങുകളിലൊക്കെ പ്രധാനമന്ത്രിയെ പങ്കെടുക്കാനും ഈ 2 ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമ്മതിക്കുന്നതും ഇത്തരത്തിൽ സ്വാമിമാർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്. ഇത് നേരത്തെ ഈ ആവശ്യം പ്രധാനമന്ത്രി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം നിറവേറ്റണം എന്ന് സന്യാസിമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതനുസരിച്ചാണ് ഈ പരിപാടികൾ കൂടെ ഈ അനാച്ഛാദന കർമ്മം അതോടൊപ്പം തന്നെ വൃക്ഷത്തൈ നടന്ന ചടങ്ങുകളും പിന്നീട് ഇവിടെ എത്തിയിട്ടുള്ളവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്നുള്ള കാര്യവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ BJP നേതാക്കൾ ഇവിടെ ഹെലിപ്പാഡിൽ പോയി സ്വീകരിച്ച് ഇവിടെ ശിവഗിരി മഠത്തിലേക്ക് കൊണ്ടുവരുന്നു. ശിവഗിരി മഠത്തിൻ്റെ സന്യാസി പ്രതിനിധികളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്.